Hi students, welcome to Cine's classes. This is our 9th session of Basics of Accounts. 9th sessionil നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ജേണൽ എൻട്രിയെ പറ്റി ഒരു ചെറിയ ബ്രീഫിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ എടുത്തു. ഇനി ഫർദർ നമ്മൾ പോകണമെങ്കിൽ അതിനു മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് റവന്യൂ ഐറ്റംസ് എന്താണ്, ക്യാപിറ്റൽ ഐറ്റംസ് എന്താണെന്നുള്ളത്. അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഈ ഏരിയയാണ് കവർ ചെയ്യാൻ പോകുന്നത്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. നമ്മൾ ജനറലി പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഏതൊരു അതൊരു എക്സ്പെൻഡിച്ചർ ആവും അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആവും. ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഒന്നുകിൽ നമ്മൾ വാങ്ങുന്നതായിരിക്കും അല്ലെങ്കിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചറിനെ ആണെങ്കിലും റെസീറ്റിനെ ആണെങ്കിലും റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ പറഞ്ഞേ, ബിസിനസ് ട്രാൻസാക്ഷൻസ് രണ്ട് തരം, പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ്. ഈ പേയ്മെൻറ്റിനെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ. റെസീറ്റ്സ് ഓൾസോ റവന്യൂ നേച്ചർ ഓഫ് റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ നേച്ചർ റെസീറ്റ്സ്. ഇതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an item of expenditure that brings into existence an asset of lasting value or benefit of an enduring nature or a valuable right is referred to as capital expenditure. Example, purchase of land, building, machinery, etc. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തരുന്നു, ബേസിക്കായിട്ട് ഒരു ട്രാൻസാക്ഷൻ തന്നു നമുക്ക്. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കും, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോയതാണോ അതോ നമുക്ക് റെസീറ്റ് കിട്ടിയതാണോ. പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് റവന്യൂ നേച്ചറിലുള്ളതാണോ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ. ഈ ക്യാപിറ്റൽ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സ് അല്ലെ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ അവർ പറയുന്നത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷനെ ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ട്രാൻസാക്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് ബിൽഡിംഗ് എടുത്തു റെൻറ്റിന്. റെൻറ്റ് 2 മാസം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ പറയും ബിൽഡിംഗ് ഒഴിഞ്ഞോളാൻ പറയും. അപ്പോൾ നമുക്ക് ആ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ് റെൻ്റ് എന്ന് പറയുന്നത്. ദെൻ സാലറി. നമുക്കൊരു സ്റ്റാഫുണ്ട്, അല്ലെ 10 സ്റ്റാഫുണ്ട്, അവർക്ക് 1-2 മാസം സാലറി ഇച്ചിരി പെൻഡിങ് വന്നാലും അവർ വലുതായിട്ട് പറയാവത്തില്ല. 3 മാസം കൊടുക്കാതിരുന്നാൽ അവർ ആ ജോലി ഇട്ടിട്ട് വേറെ ജോലിക്ക് പോകും. നമുക്ക് സ്റ്റാഫില്ലേ, നമ്മുടെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതും സാലറി എന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ്റനൻസ് എക്സ്പെൻസാണ്. നമ്മളുടെ ബിസിനസ്സിനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെൻസ്. അതുപോലെ ടെലിഫോൺ എക്സ്പെൻസസ്. ടെലിഫോൺ ബില്ല് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കട്ട് ചെയ്യും കണക്ഷൻ. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല, കമ്മ്യൂണിക്കേഷൻ നടന്നില്ലേ ബിസിനസ് നടക്കത്തില്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടാവും, നമ്മുടെ ഓഫീസിൻ്റെ മെയിൻ. അപ്പോൾ ഇങ്ങനെ കുറേ എക്സ്പെൻസസ് റുട്ടീൻലി അല്ലെ റെഗുലർലി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഓഫീസിനെ നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസസ്, പിന്നെ റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസസ്, സാലറി, വേജ്, റോ മെറ്റീരിയൽ വാങ്ങുക, വിൽക്കുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് റുട്ടീൻലി അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് നേച്ചറിൽ വരുന്ന എക്സ്പെൻസസ് ആണ്. ഈ എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ വന്നത് ക്യാപിറ്റലിനെ പറ്റിയാണ്.
അപ്പോൾ നമുക്ക് മനസ്സിലായി റുട്ടീനിലുള്ള എക്സ്പെൻസസിനെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൺ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ റെഗുലർലി സ്പെൻഡ് ചെയ്യുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ എന്താണ് പറയുന്നത്, റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഒരു തരം എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കണ്ടീഷൻ അവർ പറയുന്നത് നോർമലി ഹെവി വോളിയം എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അപ്പോൾ ഹെവി വോളിയം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റവന്യൂ നേച്ചറിൻ്റെ ചെറിയൊരു ബ്രീഫിങ് ലേറ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഹെവി വോളിയം എക്സ്പെൻഡിച്ചർ ആയിരിക്കും എന്ന് പറയുന്നു. അത്യാവശ്യം വലിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ 2, ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഭാഗമായി ഒരു അസറ്റ് നിലവിൽ വരും, ഒരു അസറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഇപ്പം പോയിട്ട് ഒരു ലാൻഡ് വാങ്ങുന്നു, അപ്പോൾ ഹെവി വോളിയം എക്സ്പെൻഡിച്ചർ ആയി, ദെൻ നമുക്കൊരു അസറ്റ് വരികയും ചെയ്തു. അപ്പോൾ 2 കണ്ടീഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? നോർമലി ഹെവി വോളിയം ഓഫ് എക്സ്പെൻഡിച്ചർ, ദെൻ any asset comes into existence and the life of asset is more than 1 year. അതായത് ഒരു അസറ്റ് എക്സിസ്റ്റൻസിൽ വരും, അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആവും. അതായത് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 1 ഇയർ കൊണ്ട് തീരുന്നില്ല. ഒരു ലാൻഡ് വാങ്ങിയ 1 ഇയർ കഴിഞ്ഞാൽ ലാൻഡ് തീർന്നു പോവുകയാണോ? അല്ല. അപ്പോൾ 2 കണ്ടീഷൻ എന്താണ്? ഹെവി വോളിയം ഓഫ് എക്സ്പെൻഡിച്ചർ, ദെൻ അസറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് ദ ലൈഫ് ഓഫ് അസറ്റ് ഈസ് മോർ ദാൻ 1 ഇയർ. ദെൻ അവർ പറയുന്നത് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഉണ്ടാകും. ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്, അതായത് നമ്മൾക്ക് ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് വരുന്ന അസറ്റ് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കുന്നു. സാലറി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു മാസം ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ മന്ത് എൻഡിൽ സാലറി കൊടുക്കുന്നു, പിന്നെ അതിനകത്തു നിന്നൊരു ബെനിഫിറ്റ് കിട്ടുന്നു. നമ്മൾ എടുത്ത ബെനിഫിറ്റിന് പകരമായിട്ടാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. അതായത് മാർച്ചിൽ ജോലിക്ക് കയറിയ ഒരാൾ മാർച്ച് 31 വരെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാർച്ച് 31 അല്ലെങ്കിൽ ജൂൺ 1 നമ്മൾ സാലറി കൊടുക്കുന്നു. അപ്പോൾ ആ പേയ്മെൻറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഉണ്ടോ? നമ്മൾ ഓൾറെഡി ബെനിഫിറ്റ് എടുത്തതിൻ്റെയാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സാലറി കൈൻഡ് ഓഫ് തിങ്സ് റവന്യൂ നേച്ചറിലുള്ളതാണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങുന്നു, അതിനെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫർണിച്ചർ വാങ്ങുന്നു, 1 വർഷം കഴിഞ്ഞാൽ ആ ഫർണിച്ചർ തല്ലിപ്പൊട്ടിച്ച് കളയുകയാണോ ചെയ്യുന്നത്? അല്ല, നമുക്ക് അടുത്ത വർഷം ഉപയോഗിക്കാം, അടുത്ത വർഷം ഉപയോഗിക്കാം, അതിൻ്റെ അടുത്ത വർഷം ഉപയോഗിക്കാം. കുറേ വർഷങ്ങളിലേക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് വരുന്ന ഒരു സാധനമായിരിക്കും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൂടെ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒരു ട്രാൻസാക്ഷനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കണമെങ്കിൽ നമ്മൾ ഹെവി വോളിയം ആയിരിക്കും നോർമലി എന്നൊരു വേർഡ് പറയുന്നു. ദെൻ ഒരു അസറ്റ് അതുമൂലം നിലവിൽ വരും. ആ അസറ്റിൽ നിന്ന് നമുക്ക് 1 ഇയറിൽ കൂടുതൽ അതിന് ലൈഫും ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ നമുക്ക് റേസ് ആവും. ദെൻ 4, ഈ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഇൻക്രീസ് ആവണം. അതായത് നമ്മൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ 10,000ലേക്ക് പോയി, അല്ലെങ്കിൽ 5,000ലേക്ക് പോയി, അല്ലെങ്കിൽ ഈവൻ 2,000ലേക്ക് പോയി. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരണം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വലിയ എമൗണ്ടാണ്, ഒരു അസറ്റ് വരണം, ആ അസറ്റിൽ നിന്ന് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് വരണം. ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് കൊണ്ട് നമുക്ക് കപ്പാസിറ്റി അല്ലെ പ്രൊഡക്ടിവിറ്റി കൂടണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബൈക്ക്, നമ്മുടെ ബൈക്കിൻ്റെ ടയർ പഞ്ചറായി. ടയർ പഞ്ചർ ആയി നമ്മൾ ഒട്ടിച്ചു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിന് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂടിയോ? നേരത്തെ ഓടുന്ന അതേ സ്പീഡ്, നേരത്തെ ഓടുന്ന കപ്പാസിറ്റി, നേരത്തെ ഓടുന്ന രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് അതിൻ്റെ എൻജിൻ നമ്മൾ മാറ്റി, ഒരു വെഹിക്കിളിൻ്റെയോ ഏതൊരു മെഷീൻ്റെയോ എന്തെങ്കിലും എൻജിൻ മാറ്റി അതിൻ്റെ കപ്പാസിറ്റിയെ ചേഞ്ച് ചെയ്താൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം.
അപ്പോൾ 4 കണ്ടീഷൻ, ഒന്ന് ഹെവി വോളിയം, ദെൻ അസറ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ്, ദെൻ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്, ദെൻ പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ഇൻക്രീസസ്, ദെൻ 5 ഈ വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് റീസെയിലിനുള്ളതായിരിക്കില്ല, നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് ആയിരിക്കും. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസാക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതല്ലാതെ വരുന്ന റുട്ടീൻലി വരുന്ന നമ്മൾ ഈ കണ്ടീഷൻസ് ഇതിൽ ഫുൾഫിൽ ആവാത്ത ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പറഞ്ഞു, നമ്മൾ ഒരു അസറ്റ് വാങ്ങിയാൽ, അതൊരു ലാൻഡ് വാങ്ങിയാൽ, ബിൽഡിംഗ് വാങ്ങിയാൽ, അല്ലെങ്കിൽ മെഷീനറി വാങ്ങിയാൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതിൽ വന്നിട്ട് കണ്ടീഷൻസ് ഹെവി വോളിയം ആയിരിക്കും, അസറ്റ് നിലവിൽ വരും, ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കിട്ടും, ഇത് 1 ഇയറിൽ കൂടുതലുണ്ടായിരിക്കും, ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, കപ്പാസിറ്റി ഇൻക്രീസ് ആവും. ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലാതെ നോട്ട് ഫോർ റീസെയിൽ. ദെൻ അടുത്തത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കഴിഞ്ഞു, റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നുകൂടെ വായിക്കാം. Revenue expenditure refers to those expenditure which are incurred during the normal business operations by the company, benefit of which will be received in the same period. Example, rent, salary, telephone expense, commission, etc. അതായത് നമ്മൾ റുട്ടീൻലി ചെയ്യുന്ന നമ്മുടെ ഓഫീസ് മെയിൻ്റെനൻസിൽ അല്ലെങ്കിൽ റണ്ണിങ്ങിന് വേണ്ടി ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ പിന്നെ റവന്യൂ നേച്ചർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഇയറിൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. റെൻറ്റ് ഇപ്പോൾ ഈ വർഷം കൊടുത്താൽ അടുത്ത വർഷം കൊടുക്കേണ്ടെന്നില്ലല്ലോ, അടുത്ത വർഷം നമ്മൾ വീണ്ടും കൊടുക്കണം. അപ്പോൾ ബെനിഫിറ്റ് ആ വർഷം തന്നെ നമുക്ക് എക്സോസ്റ്റായി പോകുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ റെസീറ്റ്സ്, നമ്മൾ ട്രാൻസാക്ഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, എക്സ്പെൻഡിച്ചർ എന്ന റെസീറ്റ് എന്നും, എക്സ്പെൻഡിച്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ക്യാപിറ്റൽ എന്ന റവന്യൂ എന്നും, അത് നമ്മൾ മനസ്സിലായി. ദെൻ റെസീറ്റ്സിനെ അഗെയിൻ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, ക്യാപിറ്റൽ നേച്ചർ എന്നും റവന്യൂ നേച്ചർ എന്നും. ക്യാപിറ്റൽ നേച്ചറിലുള്ളത് എന്താണെന്ന് നോക്കാം നമുക്ക്. ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആർ ബിസിനസ് റെസീപ്റ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല. കാര്യം നമ്മളൊരു മെഷീനറി വാങ്ങിക്കുന്നു, ഡെയിലി പോയി മെഷീനറി വാങ്ങിക്കുവാണോ? അല്ല, നമ്മൾ വൺസ് ഇൻ എ ഇയറോ അല്ലെ 2 ഇയർ കൂടുമ്പോൾ 5 ഇയർ കൂടുമ്പോഴായിരിക്കും നമ്മളൊരു മെഷീനറി വാങ്ങിക്കുന്നത്. അപ്പം ഡേ ടു ഡേ വരുന്ന മെഷീനറി വാങ്ങുന്നത് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു മെഷീനറി വിൽക്കുന്നു, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, നമ്മൾ ഇപ്പം ഡെയിലി പോയിട്ട് നമ്മുടെ അസറ്റ്സിനെ വിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഒക്കേഷണലി നടക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ട്രാൻസാക്ഷനിലൂടെ നമുക്കൊരു റെസീറ്റ് വന്നാൽ അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. They occur occasionally and provide benefit for a long period of time. Example, sale of fixed asset, loan from bank, etc. ഒരു ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം പോയി വേറെ ബാങ്ക് ലോൺ എടുക്കുകയാണോ? അപ്പോൾ ഇത് ഒക്കേഷണലി സംഭവിക്കുന്ന സംഭവങ്ങളാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞ സാലറി, റെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സ് എന്തായിരിക്കും? നമ്മുടെ ഇൻകം എന്താ? സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നു, അത് റവന്യൂ റെസീറ്റാണ്. നമുക്ക് കമ്മീഷൻ കിട്ടുന്നു, റവന്യൂ റെസീറ്റാണ്. നമുക്ക് ഫീസ് കിട്ടുന്നു, റവന്യൂ റെസീറ്റാണ്. റോയൽറ്റി കിട്ടുന്നു, റവന്യൂ റെസീറ്റാണ്. റവന്യൂ ഈസ് എ ഇൻകം ദാറ്റ് എ ബിസിനസ് ഹാസ് ഫ്രം ഇറ്റ്സ് നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ്. യൂഷ്വലി സം കമ്പനീസ് റിസീവ് റവന്യൂ ഫ്രം ഇൻട്രസ്റ്റ്, റോയൽറ്റി ഓർ അതർ ഫീസ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, ബിസിനസ് എക്സ്പെൻഡിച്ചർ എന്നും റെസീറ്റ്സ് എന്നും. എക്സ്പെൻഡിച്ചറിൽ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും, റെസീറ്റ്സിൽ തന്നെ ക്യാപിറ്റൽ റെസീറ്റ് എന്നും റവന്യൂ റെസീറ്റ് എന്നും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പറയുന്നു. ഒന്നുകൂടെ സമ്മറി ആയിട്ടൊന്ന് പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻസ്, എക്സ്പെൻഡിച്ചർ, ദെൻ റെസീറ്റ്സ്. എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും ഡിവൈഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഈസ് എൻജോയ്ഡ് ഫോർ മോർ ദാൻ 1 ഇയർ. അതായത് ഒരു ബിൽഡിംഗ്, ഒരു അസറ്റ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 1 ഇയറിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ദെൻ യൂഷ്വലി ലാർജ് ബഡ്ജറ്റിലായിരിക്കും ഇത്തരം കാര്യം അസറ്റ് അക്വയർ ചെയ്യുന്നതിന്. ഇപ്പോൾ ഒരു സാലറി കൊടുക്കുന്ന എമൗണ്ടോ ഒരു റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ടോ പോരായിരിക്കും, വലിയ എമൗണ്ട് വേണ്ടി വരും, ലാർജ് എമൗണ്ട് ഉണ്ടാവും. ദെൻ ഒക്കേഷണലി സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. റവന്യൂ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് എൻജോയ്ഡ് വിതിൻ 1 ഇയർ, 1 ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. സ്മോൾ എമൗണ്ട് ആയിരിക്കും നോർമലി. ഒക്കർ റുട്ടീൻലി, അതായത് സാലറി ഇന്ന് കൊടുത്താൽ അടുത്ത വർഷം കൊടുത്താൽ മതിയോ? പോരാ, റുട്ടീൻലി അത് സംഭവിക്കുന്നൊരു കാര്യമാണ്. റെസീപ്റ്റ്സ് ഓൾസോ ക്യാപിറ്റൽ, ദെൻ റവന്യൂ. ക്യാപിറ്റൽ നേച്ചർ ഓഫ് റെസീപ്റ്റ്സ് ഈസ് നോൺ റെക്കറിങ് നേച്ചർ, എഫക്റ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. അതായത്
റെസീറ്റ് ക്യാപിറ്റൽ നേച്ചറിലാണെങ്കിൽ എഫക്റ്റ് വരുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. റവന്യൂ നേച്ചർ ആണെങ്കിൽ റെക്കറിങ് നേച്ചറിൽ വരുന്നതാണ്. ഇതിൻ്റെ എഫക്റ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും വരുന്നത്. Hope you all understand. Thank you very much for watching. Do subscribe, like and share my videos. Thank you very much.